നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റമദാൻ സമാഗതമായാൽ ആകാശലോകത്ത് പരിശുദ്ധമായ റമദാനിന്റെ പൊന്നമ്പിളി പ്രത്യക്ഷപ്പെട്ടാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ പരിപൂർണമായി മലർക്കെ തുറക്കപ്പെടുകയാണ്. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ 7 കവാടങ്ങൾ കൊട്ടിയടയ്ക്കുമേ. വസുഫിദത്തിശ് ശയാത്തീൻ, വലിയ വലിയ പിശാചുക്കളെ അല്ലാഹു ചങ്ങലക്കിടുമത്രേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയ വസ്തുവാണ്. പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്, സുഹൃതങ്ങളുടെ പൂക്കാലമാണ്. നന്മകൾ ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അമൽ ചെയ്യുന്നവന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ റമദാനിന്റെ മഹത്വത്തെ വിവരിച്ചുകൊണ്ട് പറയുകയാണ്, ഇദാ ജാഅ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നാൽ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, 11 മാസക്കാലത്തോളം സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിക്കാൻ വേണ്ടി മലക്കുകളോട് പറയുകയാണ്. 11 മാസമായി നിരന്തരമായി മലക്കുകൾ സ്വർഗത്തെ അലങ്കരിക്കുകയാണ്. അലങ്കരിച്ച് വളരെ മനോഹരമായി പൂർത്തീകരിക്കപ്പെടുമ്പോ പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ ദിനം കടന്നു വരുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തേതാകുന്ന രാവ് തുടങ്ങുമ്പോൾ തന്നെ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അല്ലാഹു തുറക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. മലക്കുകൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കുകയാണ്. കാരണം മാനവ, ഈ മാസത്തിൽ നീ ചെയ്തതാകുന്ന അമലുകൾക്ക് വലിയതാകുന്ന പ്രതിഫലമാണ്. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിൻ്റെതാകുന്ന 7 കവാടങ്ങളെ പരിപൂർണമായി അടയ്ക്കുകയാണ്, അത് ബന്ദ് ചെയ്യുകയാണ്. വസുഫിദത്തിശ് ശയാത്തീൻ, പിശാചിനെ ചങ്ങലക്കിടുമത്രേ. വലിയ വലിയ പിശാചുക്കളെ അല്ലാഹു ചങ്ങലക്കിടുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാൻ മാസം. അതുകൊണ്ടാണ് റമദാനിൽ വലിയ കള്ളുകുടിച്ചുകൊണ്ടിരുന്നവൻ കള്ളുകൂടി നിർത്തും, വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്നവൻ ആ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവാകും, അശ്ലീലതകളെ കണ്ടുകൊണ്ടിരുന്നവനും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവനും ഒക്കെ ആ വലിയ തെറ്റുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ തയ്യാറാവും. സിനിമയും സീരിയലും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഉമ്മമാര് പതുക്കെ കൊണ്ടുവന്ന് TV മൂടി വെക്കാൻ തോന്നി. TV മൂടി വെക്കും. എന്നിട്ട് അതിനേക്കാൾ വലിയ ബലാകുന്ന മൊബൈൽ നോക്കിയിരിക്കും. അല്ലാഹു മുളക്കാക്കട്ടെ. കാര്യമായിട്ട് TV മൂടിയിട്ടുണ്ട്. തലയിലിട്ടിരുന്ന ഷാളെടുത്ത് TV മൂടി, പിന്നെ തലയിൽ ഷാളില്ല, അല്ലി TV മൂടി വെച്ചിട്ട് മൊബൈൽ നോക്കിയിരുന്നാൽ വിഷയമുണ്ടോ? മൊബൈൽ നോക്കി അശ്ലീലത കണ്ടാൽ പിന്നെ അതിനേക്കാൾ വലിയ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നിപ്പോ നടക്കുന്നതാണ്. TV കാര്യമായിട്ട് മൂടിയിട്ടുണ്ട്. 1 മാസത്തേക്ക് ഏഷ്യാനെറ്റുകാരെ വിളിച്ചിട്ട് പറയും, അതെ ഇങ്ങോട്ട് കണക്ഷൻ ഒന്നും വേണ്ട, നല്ല ഒഴിവാക്കിയിരിക്കാം. എന്നിട്ട് അംബാനി മാമനെ വിളിച്ചിട്ട് പറയും, കണക്ഷൻ ഇങ്ങോട്ട് മൊബൈൽ ഇട്ടേക്കാം, നല്ല റാഹത്തായിട്ട് നെറ്റ് റീചാർജ് ചെയ്ത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ടാണ് വലിയ വലിയ തെറ്റുകളിലേക്ക് റമദാനിൽ അധികം ആളുകളും പോകാത്തത്. അധികം ആളുകളും പോകില്ല. കാരണം എന്തുകൊണ്ട്? പിശാചിനെ ചങ്ങലക്കിടുന്ന മാസമാണ്. വലിയ വലിയ പിശാചുക്കളെ ചങ്ങലക്കിടും റമദാനിൽ. ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തതാണ്. അതുവരെ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നവൻ, തിയേറ്ററിൽ പോയി തന്നെ പടം കണ്ടുകൊണ്ടിരുന്നവൻ റമദാൻ വരുമ്പോൾ ഒഴിവാക്കി. അങ്ങനെയാണ്. റമദാൻ കഴിഞ്ഞിട്ട് കാണാം. പുതിയ റിലീസ് പടമൊക്കെ റമദാനിന് ശേഷം നോക്കാന്ന് പറഞ്ഞ് റമദാനിൽ ഒന്ന് അഡ്ജസ്റ്റ് ആണോ അല്ലയോ? അങ്ങനെ തന്നെയാണ്. അതാണ് വലിയ തെറ്റുകൾ ചെയ്യുകയില്ല. കാരണം വലിയ പിശാചിനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. വനാദാ മുനാദിൻ,
ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയുകയാണ്. ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കുകയാണ്. ഇതാ ശ്രേഷ്ഠതയുടെ ഒരു മാസം നിങ്ങളുടെ മുന്നിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. ഈ ദുനിയാവിലെ തെറ്റുകൾ ചെയ്തവരെ, നന്മയുടെ വക്താക്കരെ, തിന്മയുടേതാകുന്ന വാഹകരെ, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരെ, സിനിമ കണ്ടുകൊണ്ടിരുന്നതായ സഹോദര, സീരിയല് ദർശിച്ചുകൊണ്ട് നിലകൊണ്ടതായ സഹോദരി, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ കണ്ണു നയിച്ചവരെ, ഹറാമായ തലത്തിലേക്ക് കാതുകൾ കൊണ്ടുപോയവരെ, കൈകൾ കൊണ്ടുപോയവരെ, ശരീരത്തെ കൊണ്ടുപോയവരെ, ഹൃദയത്തെ മോശമാകുന്ന തലത്തിലേക്ക് കൊണ്ടുപോയവരെ, നിങ്ങളുടെ ആ മോശമാകുന്ന പ്രവർത്തനങ്ങളൊന്ന് ചുരുക്കണേ. കാരണം ഇതാ ശ്രേഷ്ഠതയുടെ മാസം ഇതാ സമാഗതമായിരിക്കുകയാണ്. ഇത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. സർവമഹത്തുക്കളും ശ്രദ്ധിച്ചതാകുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റസൂല് പവിത്രതയുണ്ട് എന്ന് വ്യക്തമാക്കി പറഞ്ഞു തരുകയും വളരെ പവിത്രത കൊണ്ട് ജീവിതം ധന്യമാക്കി കാണിക്കുകയും ചെയ്തതായ ശ്രേഷ്ഠമായ മാസമാണ്. അതുകൊണ്ട് മോശമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരെ, തിന്മയുടെ വക്താക്കളെ, എല്ലാ തിന്മകളും ഒന്ന് ഒഴിവാക്കണേ. നന്മയുടെ വാഹകരെ, കടന്നു വരുക, കടന്നു വരുക. ആകാശ ലോകത്ത് നിന്ന് മലക്ക് വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ ഖൈറിന്റെ വാഹകരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ ഖൈറിന്റെ വാഹകരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എത്തി വിശാഴിഞ്ഞു വന്നോ? വന്നില്ലേ? ഇനിയും വരുന്നുണ്ട്. ആ കസേര ഉള്ളതും കൂടെ കൊണ്ട് ഇട്ട് കൊടുത്തോളൂ. റെഡിയാവും. عن سلمان الفارسي رضي الله تعالى عنه أنه قال خطبنا رسول الله صلى الله عليه وسلم في آخر يوم من شعبان. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ശഅബാനിന്റെ അവസാനമാകുന്ന സമയത്തേക്ക് അടുത്തപ്പോ പ്രിയപ്പെട്ട അനുയായികളെ ചേർത്ത് വെച്ചുകൊണ്ട് അവരോടായി ഉപദേശം നൽകുകയാണ്. തോട്ടുപുറം ജമാഅത്തിന്റെ പരിസരത്ത് നാം ഈ മുന്നൊരുക്കമാകുന്ന മജ്‌ലിസ് നടത്തുന്നത് പോലെ, റമദാനിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ, അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിന്റെ ചാരത്തേക്ക് വിളിച്ച് ലോകത്തിന്റെ നായകൻ ഉപദേശം നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യ സമൂഹമേ, ഖദ് മുബാറകുൻ, നിങ്ങൾക്കിതാ വലിയ മഹത്താകുന്ന ഒരു മാസം ഇതാ വന്നിരിക്കുകയാണ്. ശഹ്റുൻ അളീം, വളരെ മഹത്തരമാകുന്ന മാസമാണ്, വർണ്ണമായ മാസമാണ്, പവിത്രമായ മാസമാണ്, ഐശ്വര്യത്തിന്റെ മാസമാണ്. ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള, വളരെ ശ്രേഷ്ഠതയുള്ള മാസമാണെന്ന് പറയാൻ കാരണം ആ മാസത്തിൻ്റെതാകുന്ന പകൽ 30 ദിവസങ്ങളിലും നിങ്ങൾ നോമ്പനുഷ്ഠിക്കൽ വളരെ ശ്രേഷ്ഠതയാണ്, നിർബന്ധമാണ്. ആ മാസത്തിന്റെ പകൽ നിങ്ങൾ തിന്നരുതേ, കുടിക്കരുതേ, മോശമാക്കപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിങ്ങളുടെ അവയവങ്ങളെ കൊണ്ടുപോകരുതേ. ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിൻ്റെതാകുന്ന പകൽ നോമ്പനുഷ്ഠിക്കൽ അത് നിർബന്ധമാണ്. വഖിയാമ ലൈലിഹി തതവ്വുആ, ആ
ആ മാസത്തിൻ്റെതാകുന്ന രാത്രിയിൽ നിങ്ങൾ പവിത്രമായ നമസ്കാരം നിങ്ങൾ നിർവഹിക്കണേ. തറാവീഹ് നമസ്കാരം അത് നിങ്ങൾക്കുള്ള സുന്നത്തായ അമലാണ്. ലോകം മുഴുവനും ഉറങ്ങുമ്പോ ഉറങ്ങാതെ നിർനിദ്രനായി ഇശാ കഴിഞ്ഞതിന് ശേഷം പവിത്രമാക്കപ്പെട്ടതായ തറാവീഹ് നമസ്കാരം നിങ്ങൾ നിർവഹിക്കണേ. ആ റമളാനിന്റെ രാത്രിയിലുള്ള നമസ്കാരങ്ങളെ അല്ലാഹു നിങ്ങൾക്കിതാ സുന്നത്തായ അമലായി നിശ്ചയിക്കുകയാണ്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആരെങ്കിലും പരിശുദ്ധമായ റമളാനിൽ ഒരു നന്മ ചെയ്താൽ, ഒരു സുകൃതം അനുഷ്ഠിച്ചാൽ, റമളാൻ അല്ലാത്തതാകുന്ന മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതിന്റെ പ്രതിഫലമാണ്. വമൻ അദ്ദാ ഫരീളതാ വമൻ അദ്ദാ ഫരീളതാ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഒരു ഫർള് നിങ്ങൾ അനുഷ്ഠിച്ചാൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ഫർള് അനുഷ്ഠിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി വഹുവ ശഹ്റുസ് സബ്ർ. അത് ക്ഷമയുടെ മാസമാണ്. ഒരുപാട് ക്ഷമ നിങ്ങൾക്കുണ്ടാകേണ്ടി വരും. പലവിധ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളുമ്പോ ഏറ്റവും കൂടുതൽ ദേഷ്യം വെക്കുന്നത് നിങ്ങളോട് പിശാചാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഇടങ്ങേറാക്കാനും പ്രയാസപ്പെടുത്താനും നിങ്ങളെ കോപാകുലനാക്കുവാനും നിങ്ങളുടെ നോമ്പ് എങ്ങനെയെങ്കിലും അതിന്റെ പവിത്രതയെ ഹനിക്കാനും അത് ഇല്ലാതാക്കാനും ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് അത് പിശാചാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന. നോമ്പ് നോറ്റ് കൂടുന്ന പുരുഷന്മാരെ, സഹോദരിമാരെ, റമളാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കുമ്പോ നിങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കാൻ, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനുള്ള പല രീതിക്കുള്ള പ്രവണത പിശാച് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോ ആ പിശാചിന് വശംവദനാകാതെ നിങ്ങളുടെ ഈമാനൊന്ന് മുറുകെ പിടിക്കണേ. നിങ്ങളുടെ ക്ഷമ ഇല്ലാതാകാൻ പാടില്ല, ക്ഷമ നശിച്ചു പോകാൻ പാടില്ല, അക്ഷമരാകാൻ പാടില്ല. ക്ഷമാശീലരായി നിങ്ങൾ നിലകൊണ്ടാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വസ്സബ്റു സവാബുഹു അൽ ജന്ന. സ്വർഗമാണ്. ക്ഷമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം സ്വർഗമാണ്. എന്തിനാണ് ഇത് നോമ്പിന്റെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്? കാരണം നോമ്പിൽ ക്ഷമ തെറ്റിപ്പോകും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പള്ളിയിലുണ്ടാകും, കമ്മിറ്റിക്കാർ തമ്മിലുണ്ടാകും, കമ്മിറ്റിക്കാരെ തെറ്റിപ്പിരിക്കാൻ ആളുകളുണ്ടാകും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി തീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് വേണം? നല്ലതുപോലെ ക്ഷമ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമളാനിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. എല്ലാത്തിനും ക്ഷമ വേണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയേറെ ക്ഷമ വേണം. പല വിഷയങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ഒന്നും രണ്ടും പറഞ്ഞേക്കാം. പറഞ്ഞു പോയാൽ നോമ്പിന്റെ പവിത്രത പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മക്കളോട് ദേഷ്യം പിടിക്കാം, കുടുംബത്തോട് ദേഷ്യം പിടിക്കാം, പല വിധത്തിലും ഉണ്ടാകാം. അതുകൊണ്ടല്ലേ ചില ആളുകളൊന്നും ഈ പരിശുദ്ധമായ മാസത്തിൽ യാത്ര തന്നെ ചെയ്യൂല. പരമാവധി പള്ളി, വീട്, പള്ളി. കാരണം എന്തുകൊണ്ടാ? കൂടുതൽ യാത്രകൾ ചെയ്താൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അനാവശ്യമായി ഒരു യാത്രകളും ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലതാണ്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യാത്ര ചെയ്യുക. കാരണം ആ യാത്ര ചെയ്യൽ കൊണ്ട് നിന്റെ ജമാഅത്തുകൾക്ക് മുടക്കം വരുന്നുണ്ട് എങ്കിൽ ആ യാത്ര ഗുണകരമല്ല. റമളാനിലെ ഒരു ജമാഅത്ത് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഫർളിന്റെ പ്രതിഫലം, റമളാനിൽ അനുഷ്ഠിച്ച ഫർളല്ല, റമളാനിൽ അല്ലാത്തയുള്ള ഫർളിന്റെ പ്രതിഫലം. ഒരു ഫർള് അനുഷ്ഠിച്ചാൽ 70 ഫർളുകളുടെ പ്രതിഫലം. ഒരു ളുഹർ നിസ്കരിച്ചാൽ 70 ളുഹർ നിസ്കരിച്ചതിന്റെ സ്ഥാനമാണെന്ന് അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് തന്നെ ജമാഅത്തായി നിർവഹിക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ് ശ്രേഷ്ഠത മാറുകയാണ്.